ഗുഡ് വിൽ ജംഗ്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഫിഫ്ത്ത് സെമസ്റ്റർ ബികോമാരുടെ ഇൻകം ടാക്സ് ലോ ആൻഡ് അക്കൗണ്ട്സ് ആയിരുന്നു ഇന്നത്തെ എക്സാം. അപ്പോൾ എനിക്ക് വലിയ തരക്കേടില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. പാർട്ട് എയിലേക്ക് നോക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ തിയറി ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട് അല്ലേ. അതായത് എന്താണ് ക്യാഷ്വൽ ഇൻകം, നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പറഞ്ഞതാണ്. നോൺ റെക്കറിങ് നേച്ചർ ആയിട്ടുള്ള ഇൻകം, അതായത് ലോട്ടറി അടിക്കുക, അതൊക്കെയാണ് ക്യാഷ്വൽ ഇൻകം അല്ലേ. അതുപോലെ അസസിൻ ഡീഫോൾട്ട് എന്താണ്, അതുപോലെ അഡീഷണൽ കണ്ടീഷൻ ഇൻഡിവിജ്വൽ റെസിഡൻ്റ് ആകണമെങ്കിലുള്ള അഡീഷണൽ കണ്ടീഷൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതായത് 182 ഡേയ്സ് ഓർ മോർ ഇൻ ദ പ്രീവിയസ് ഇയർ ആ കണ്ടീഷൻ എഴുതി വെച്ചാൽ ഫുൾ മാർക്ക് കിട്ടും. ഈ ഹൗ വിൽ യു ഡിറ്റർമിൻ ആനുവൽ വാല്യൂ, ഒരു പ്രോപ്പർട്ടിയുടെ ആനുവൽ വാല്യൂ ഇങ്ങനെ കാണാൻ നിങ്ങൾക്ക് അറിയാം. MRV FRV കമ്പയർ ചെയ്യുക, ഹയസ്റ്റ് എടുക്കുക, SRVയുമായി കമ്പയർ ചെയ്ത് ലോവസ്റ്റ് എടുക്കുക, അല്ല ARയുമായി കമ്പയർ ചെയ്ത് ഹയസ്റ്റ് എടുക്കുക. അപ്പോൾ ഗ്രോസ് ആനുവൽ വാല്യൂ കിട്ടും. അതിന് മുനിസിപ്പൽ ടാക്സ് അൺറിയലൈസ്ഡ് കുറച്ചാൽ ആനുവൽ വാല്യൂ കിട്ടും. സിമ്പിൾ, 2 മാർക്ക് സുഖമായിട്ട് വാങ്ങാം. എന്താണ് സ്റ്റാൻഡേർഡ് റെൻറ്റ്? ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു, സ്റ്റാൻഡേർഡ് റെൻറ്റ് എപ്പോഴും ചോദിക്കുന്നതാണ്. റെൻറ്റ് എന്താണ്? ഫിക്സഡ് ബൈ റെൻറ്റ് കൺട്രോൾ ആക്ട്. എന്താണ് ബ്ലോക്ക് ഓഫ് അസറ്റ്? ബ്ലോക്ക് ഓഫ് അസറ്റ് എ ഗ്രൂപ്പ് ഓഫ് അസറ്റ് കംപ്രൈസിംഗ് ഓഫ് ദ സെയിം പെർസെൻറ്റേജ് ഓഫ് ഡിപ്രീസിയേഷൻ. ഇനി വാട്ട് ഈസ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓഫ് അസറ്റ് അക്വേർഡ് ബിഫോർ 1/4/2001 ഫസ്റ്റ് ഏപ്രിലിന് മുമ്പ് വന്നിട്ടുള്ള കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്താ നമ്മൾ ചെയ്യാറ്? കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആണെങ്കിൽ 2001 ഫെയർ മാർക്കറ്റ് വാല്യൂമായി കമ്പയർ ചെയ്തിട്ട് വിച്ച് എവർ ഈസ് എടുക്കും അല്ലേ. അപ്പോൾ അതാണ് എഴുതേണ്ടത്. എന്താണ് STCG? STC പറയുക ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്. എനി ഗെയിൻ അറൈസിംഗ് ഫ്രം ദ ട്രാൻസ്ഫർ ഓഫ് ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ്. സിമ്പിൾ. ഇനി ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റി എങ്ങനെ ഗ്രോസ് അപ്പ് ചെയ്യുക? 100/90. ആനുവൽ അക്രീഷൻ എന്ന് പറഞ്ഞാൽ PF ആണ്, RPF, അത് എഴുതുക. ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസും ഹോസ്റ്റൽ അലവൻസ്. ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിക്ക് 100 വെച്ച് മാക്സിമം 2 കുട്ടികൾക്ക്. ഹോസ്റ്റലാണെങ്കിൽ ഒരു കുട്ടിക്ക് 300 വെച്ച് മാക്സിമം 2 കുട്ടികൾക്ക്. ഇനി പ്രിലിമിനറി എക്സ്പെൻസ് എങ്ങനെ ഡിഡക്ട് ചെയ്യുക? പ്രിലിമിനറി എക്സ്പെൻസിൻ്റെ റെസ്പെക്ട് 1/5 പോർഷൻ നമ്മൾ എന്ത് ചെയ്യുക? ഡിഡക്ട് ചെയ്യുക. വാട്ട് ഈസ് മെൻ ബൈ സ്ലം സെയിൽ? അതായിരിക്കും നിങ്ങൾ കേൾക്കാത്ത ഒരു ടേം വന്നിട്ടുണ്ടാവും. എന്നാലും നിങ്ങൾക്ക് ബാക്കിയുള്ളതൊക്കെ ഈസി ആയിട്ട് ഫുൾ ആൻസർ ചെയ്യാം. HRA എങ്ങനെയാണ് ടാക്സ് ആവുക? HRയുടെ 3 കണ്ടീഷൻ എഴുതി കഴിഞ്ഞാൽ ഫുൾ മാർക്ക് കിട്ടും. ഇനി എന്താണ് കമ്മ്യൂട്ടേഷൻ പെൻഷൻ? പെൻഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. സിമ്പിളായിട്ട് നമുക്ക് സ്കോർ ചെയ്യാവുന്നേ ഉള്ളൂ. ഇനി പാർട്ട് ബിയിലോട്ട് പോവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു തിയറി ക്വസ്റ്റ്യൻ സിമ്പിളായിരുന്നു. എക്സ്പ്ലെയിൻ ദ റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് ഓഫ് കമ്പനി. ഒരു കമ്പനി റെസിഡൻ്റ് ആകണമെങ്കിൽ അറിയാം, ഒരു കമ്പനി ഒന്നില്ലെങ്കിൽ റെസിഡൻ്റ് അല്ലെങ്കിൽ നോൺ റെസിഡൻറ്റ്. കമ്പനി ആകണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ഒരു ഇന്ത്യൻ കമ്പനി ആകണം, അല്ലെങ്കിൽ പുറത്തുള്ള കമ്പനി ആണെങ്കിൽ അത് കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഇന്ത്യയിലാവണം, അറിയാതെ. അതുപോലെ തന്നെ നോൺ കമ്പനി, നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള റീസൺ എഴുതാം. ഇനി എന്താണ് ക്യാപിറ്റൽ അസറ്റ്? ക്യാപിറ്റൽ അസറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്താണ്. ബിസിനസ്സിനോ അല്ലെങ്കിൽ അല്ലാത്തതായിട്ടുള്ള ഉപയോഗിക്കുന്ന എല്ലാ അസറ്റും ക്യാപിറ്റൽ അസറ്റ് ആണ്. അതിൽ പെടാത്തത് എന്തൊക്കെയാണെന്നുള്ളത് പ്രത്യേകം പറയുന്നുണ്ടല്ലോ. TV അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നില്ല. അതൊന്നും ഒരിക്കലും ക്യാപിറ്റൽ അസറ്റിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി അമിതാഭ് ബച്ചൻ്റെ പ്രോബ്ലം, ഈ സെയിം പ്രോബ്ലം നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ട് കേട്ടോ. സെയിം പ്രോബ്ലം നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ട്. അമിതാഭ് ബച്ചൻ ഒരു ഇന്ത്യൻ സിറ്റിസനാണ്. അദ്ദേഹം ഷൂട്ടിങ്ങിന് വേണ്ടി ജോലി സംബന്ധമായിട്ടാണ് ഇന്ത്യക്ക് പുറത്ത് പോയിരിക്കുന്നത്. അപ്പോൾ പ്രീവിയസ് ഇയറിൽ 182 ദിവസം ഉണ്ടെങ്കിൽ മാത്രമേ അയാൾ റെസിഡൻ്റ് ആവുള്ളൂ. അത് പ്രത്യേകം നോട്ട് ചെയ്യുക. അടുത്താണ് കമ്പ്യൂട്ട് ദ ആനുവൽ വാല്യൂ ഓഫ് ദ ഹൗസ്. സിമ്പിൾ അല്ല, ആനുവൽ വാല്യൂ കാണാം. എക്സ്പെക്റ്റഡ് റെൻറ്റ് വന്നിട്ടുണ്ട് 1,00,000. ഹൗസ് ലെറ്റ് ഔട്ട് ചെയ്തേക്കുന്നത് 10,000 പെർ മന്ത് ഒരു മാസത്തേക്ക്. ടാക്സ് പെയ്ഡ് ബൈ ഓണറാണ് 9,000. അത് മുനിസിപ്പൽ വാല്യൂയുടെ 10% എന്ന് പറയുന്നുണ്ട്. ഒരു മാസം വേക്കൻ്റ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ERV അല്ലേ തന്നേക്കണേ 1 lakh. അതിൽ നമ്മൾ മന്ത്ലി റെൻറ്റ് 10,000 ആണ്. അപ്പോൾ 10,000 ഇൻറ്റു 11 ചെയ്യണം, കാരണം ഒരു മാസം വേക്കൻ്റ് ആയിരുന്നു. അപ്പോൾ 1,10,000 വരും. അപ്പോൾ 1,00,000 1,10,000 നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ വലുത് 1,10,000 ആണ് വരിക. അതിൽ നിന്ന് എന്ത് ചെയ്യുക? മുനിസിപ്പൽ ടാക്സ് 9,000 കുറച്ച് കഴിഞ്ഞാൽ 1,01,000 എന്ന് കിട്ടും. അതാണ് ആനുവൽ വാല്യൂ. എന്ത് സിമ്പിളാന്ന് നോക്കി, 5 മാർക്ക് സുഖമായിട്ട് വാങ്ങാം. ഇനി 20ാമത്തെ ക്വസ്റ്റിലോട്ട് പോവുകയാണെങ്കിലോ, ഫ്രം ദ ഫോളോയിങ് ഫിഗേഴ്സ് യു ആർ റിക്വയർഡ് ടു കമ്പ്യൂട്ട് ദ ഡിപ്രീസിയേഷൻ ആണ് ചോദിച്ചേക്കണം അല്ലേ. ഡിപ്രീസിയേഷൻ കാണാനായിട്ട് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് 2,50,000 ഓപ്പണിംഗ് ഡേറ്റിൽ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഡിപ്രീസിയേഷൻ പ്ലാൻ ആൻഡ് മിഷറിക്കാണ്. അപ്പോൾ പ്ലാൻ ആൻഡ് മിഷറിക്ക് 2,50,000 സെയിൽ അല്ലേ, സെയിൽ വരുന്നുണ്ട് 6 ലക്ഷം. ഹ്യൂജ് എമൗണ്ട് ആണ് വന്നിട്ടുള്ളത്. അഡീഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അഡീഷൻസിൻ്റെ എമൗണ്ടിൻ്റെ ഡിപ്രീസിയേഷൻ 3 lakh ആണ്. അപ്പോൾ 3 lakhൻ്റെ എന്ത് ചെയ്യണം? നമ്മൾ ഡിപ്രീസിയേഷൻ 3% കാണും. പക്ഷേ ഡേറ്റ് ഒന്നും തന്നിട്ടില്ല അതിനകത്ത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റിനിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, കാരണം ഡേറ്റ് ഒന്നും നമുക്ക് തരാത്തതുകൊണ്ട് 180 days ആണോ നമുക്കൊന്നും അറിയില്ലല്ലോ. അപ്പോൾ എനിക്ക് എനിക്ക് തോന്നുന്നു ഈ ഒരു ക്വസ്റ്റൻ അറ്റൻഡ് ചെയ്താൽ ചിലപ്പോൾ മാർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. 21ാമത്തെ ക്വസ്റ്റ്യൻ, മിസ്റ്റർ P ഓൺസ് എ റെസിഡൻഷ്യൽ ഹൗസ് അറ്റ് ആഗ്ര വിച്ച് ഹി അക്വേർഡ് ഇൻ May 2009 for 2,96,000. He sold the house for 35 lakh on 18th August. The previous year he purchased a residential house at Kanpur on 14th February of the previous year for 20 lakhs. Compute amount of capital gain chargeable to tax for the assessment year. Cost inflation index നമുക്ക് തന്നിട്ടുണ്ട്. ഇതിനകത്തും ക്വസ്റ്റ്യൻ പേപ്പറിൽ അസസ്മെൻറ്റ് 2022-23 പറഞ്ഞിട്ടുള്ളത് കേട്ടോ.
അപ്പോൾ അതിലും എനിക്ക് തോന്നുന്നു ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറേ മിസ്റ്റേക്സ് ഇതിനകത്തുണ്ട്. കാരണം നമുക്ക് എപ്പോഴും അസസ്മെൻറ്റ് ഇയർ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം 2024, 25 പക്ഷേ ഇവിടെ തന്നിട്ടുള്ളത് 22, 23 ക്യാപിറ്റൽ ഗെയിൻ ആണ്. അപ്പോൾ കോസ്റ്റ് ഓഫ് എനിക്ക് തോന്നുന്നത് അതേപടി ക്വസ്റ്റ്യൻ എന്തോ മുൻപത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങോട്ട് പകർത്തി പോലെയുള്ളൊരു ഫീലാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് 2009-10 എന്നിട്ട് 148ഉം 2021, 22 317 എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം സെയിൽ കൺസിഡറേഷൻ എഴുതുക. സെയിൽ കൺസിഡറേഷൻ നമുക്ക് തന്നിട്ടുണ്ട് 35 ലാക്കാണ്. ആ 35 ലാക്കിൽ നിന്ന് നമ്മൾ വാങ്ങിയത് എന്നാണ് 2009 മെയിലാണ്. അപ്പോൾ 2,96,000 ഇൻറ്റു 317/148 ചെയ്യുക. അത് നമ്മൾ മൈനസ് ചെയ്യുന്നു. അതിനുശേഷം 20 ലാക്സിൻ്റെ പുതിയ ഹൗസ് പ്രോപ്പർട്ടി മേടിച്ചിട്ടുണ്ട്. അത് നമുക്ക് സെക്ഷൻ 54 പ്രകാരം ആ 20 lakhs രൂപീസ് നമുക്ക് ഡിഡക്ഷൻ കിട്ടും കേട്ടോ. ഇത്രയേ ഉള്ളൂ. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുമായി നോക്കുമ്പോൾ ഇതെന്തോ കോപ്പി അടിച്ച ക്വസ്റ്റ്യൻ പേപ്പർ പോലെയുണ്ട്. കാരണം വെച്ചാൽ അവർ ഇയർ പോലും മാറ്റിയിട്ടില്ല. അതാണ് അങ്ങനത്തെ ഒരു പ്രശ്നത്തിനകത്ത് കിടപ്പുണ്ട്. മിസ്റ്റർ പ്രകാശ് റിട്ടയേഴ്സ് ഇൻ സെപ്റ്റംബർ 2021 ആഫ്റ്റർ സർവിങ് 42 years അല്ലേ. 42 വർഷം കമ്പനിയിൽ സർവീസ് ചെയ്തതിന് ശേഷം അദ്ദേഹം റിട്ടയർ ആയി. അയാൾ ആവറേജ് മന്ത്ലി സാലറി തന്നിട്ടുണ്ട് നമുക്ക് 50,000 പെർ മന്ത്. ഗ്രാറ്റുവിറ്റി 12,50,000. കമ്പ്യൂട്ട് ഹിസ് ടാക്സബിൾ എമൗണ്ട് ഓഫ് ഗ്രാറ്റുവിറ്റി. ഇവിടെ കവേർഡെന്നോ നോട്ട് കവേർഡെന്നോ പറഞ്ഞിട്ടില്ല. അതും ക്വസ്റ്റ്യനിലെ മിസ്റ്റേക്കാണ്. ഇതെനിക്ക് തോന്നുന്നു ക്വസ്റ്റ്യൻ ടാക്സിനെ കുറിച്ച് അത്ര വലിയ അറിവില്ലാത്ത ഒരാൾ ടാക്സ് ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട പോലത്തെ ഒരു രീതിയിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുള്ളത്. കാരണം കവേർഡെന്നോ നോട്ട് കവേർഡെന്നോ പ്രത്യേകം ഇവിടെ പറഞ്ഞിട്ടില്ല. 10 മന്തിൻ്റെ ആവറേജ് സാലറി എന്നാണ് നമുക്ക് തന്നേക്കുന്നത്. അപ്പോൾ നോട്ട് കവേർഡിൻ്റെ സിറ്റുവേഷനിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അടുത്ത ഒരു സിറ്റുവേഷനിലേക്ക് പോവുകയാണെങ്കിൽ എക്സ്പ്ലെയിൻ അൺറിയലൈസ്ഡ് റെൻറ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് 5 മാർക്കിനൊന്നും എഴുതാനില്ല. എന്നാൽ അൺറിയലൈസ്ഡ് റെൻറ്റ് എന്ന കാലത്ത് ടാക്സ് ലോ ആയതുകൊണ്ട് തന്നെ ഒരുപാട് വലിച്ചു വാരിയൊന്നും എഴുതണ്ട. എന്താണ് അൺറിയലൈസ്ഡ് റെൻറ്റ് എഴുതി ജസ്റ്റ് ഒന്ന് കണ്ടീഷൻസ് എഴുതി കഴിഞ്ഞാൽ ഫുൾ മാർക്ക് നമുക്ക് കിട്ടും. അൺറിയലൈസ്ഡ് റെൻറ്റ് നമ്മൾ ഗ്രോസ് ആനുവൽ വാല്യൂ നിന്ന് മൈനസ് ആണ് ചെയ്യേണ്ടത് എഴുതിയാൽ മതി കേട്ടോ. നമുക്ക് സുഖമായിട്ട് ഫുൾ മാർക്ക് മേടിക്കണം. എസ് എ ക്വസ്റ്റിലോട്ട് പോകുകയാണെങ്കിൽ എസ് എനിക്ക് തോന്നുന്നത് സിമ്പിളായിരുന്നു. സാലറിയുടെ പ്രോബ്ലം നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു പ്രോബ്ലം ആയിരുന്നു. അത്ര വലിയ ബുദ്ധിമുട്ടില്ല. ഇതിനകത്ത് നിങ്ങൾക്ക് അൺഫർണിഷ്ഡ് ഹൗസ് ഉണ്ട് മക്കളെ. അപ്പോൾ അൺഫർണിഷ്ഡ് ഹൗസ് വരുമ്പോൾ പുതിയ ആ ഒരു ട്രീറ്റ്മെൻറ്റ് അനുസരിച്ച് വേണം ചെയ്യാൻ. നമ്മൾ പുതിയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നോക്കി പഠിച്ചവർക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം. 25ാമത്തെ ഹൗസ് പ്രോപ്പർട്ടിയുടെ ക്വസ്റ്റ്യൻ സിമ്പിളായിരുന്നു. മിസ്റ്റർ റാമോൺസ് ഹൗസ് പ്രോപ്പർട്ടി ഇറ്റ്സ് ആനുവൽ ലെറ്റിംഗ് വാല്യൂ 80,000 തന്നിട്ടുണ്ട്. ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ ഇറ്റ് വാസ് ലെറ്റ് ഔട്ട് ടു ടെനൻറ്റ് ഓൺ എ മന്ത്ലി റെൻറ്റ് ഓഫ് 7,000 രൂപയ്ക്ക് മന്ത്ലി റെൻറ്റിന് കൊടുത്തു. ഹി ക്ലെയിം ദ ഫോളോയിങ് എക്സ്പെൻസ് ആക്ച്വലി ഇൻകേർഡ് ബൈ ഹിം ആണ് അല്ലേ. ഹി ക്ലെയിം ദ ഫോളോയിങ് എക്സ്പെൻസ് ആക്ച്വലി ഇൻകേർഡ് ബൈ ഹിം. മുനിസിപ്പൽ ടാക്സ് 8,000, റെൻറ്റിൻ്റെ എക്സ്പെൻസ് 600, മെയിൻ്റനൻസ് അലവൻസ്. ആ മെയിൻ്റനൻസ് അലവൻസ് നമ്മൾ എടുക്കേണ്ട കാര്യമില്ല കേട്ടോ. നമുക്ക് സിമ്പിളായിട്ട് അതിനും ഫുൾ മാർക്ക് മേടിക്കാവുന്നേ ഉള്ളൂ. ഇനി 26ാമത്തെ ക്വസ്റ്റ്യൻ ശ്രീറാം സെൽ ഹിസ് റെസിഡൻഷ്യൽ ഹൗസ് ഇൻ മാംഗ്ലൂർ. അത് നമ്മുടെ ക്യാപിറ്റൽ ഗെയിനിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിലും എനിക്ക് തോന്നുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു മിസ്റ്റേക്ക്, അതായത് പഴയ ക്വസ്റ്റ്യൻ തന്നെയാണ് അവിടെയും കോപ്പി ചെയ്തേക്കുന്നത്. കാരണം 2021, 22 CIA ആണ് നമുക്ക് 317 നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ 2024, 25 അസസ്മെൻറ്റ് ഇയർ ആയ കാര്യം ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട ആൾ അറിഞ്ഞിട്ടില്ല ഇപ്പോഴും. ആ രീതിയിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുള്ളത്. എന്നാലും നമുക്ക് ഈ തന്നിട്ടുള്ള ഡീറ്റെയിൽസ് വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അത്ര വലിയ ബുദ്ധിമുട്ടില്ല ആ പ്രോബ്ലം. അല്ലെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ ഗെയിൻ്റെ ഡിഡക്ഷൻ, ട്രാൻസ്ഫർ ഇൻ ക്യാപിറ്റൽ ഗെയിൻ ഡിഡക്ഷനാണ് ചോദിച്ചേക്കുന്നത്. 54 സെക്ഷൻ 54, സെക്ഷൻ 54 EC 64. ആ 54 എഴുതി കഴിഞ്ഞാൽ ഫുൾ മാർക്ക് കിട്ടും. അപ്പോൾ സാധാരണഗതിയിൽ ഒരു ചാപ്റ്ററിൽ തന്നെ ഇങ്ങനെ എസ് എ ക്വസ്റ്റ്യൻ 2 വരാറില്ല. അവർക്ക് വേണമെങ്കിൽ ഒരെണ്ണം ഒഴിവാക്കിയിട്ട് വേണമെങ്കിൽ ബിസിനസ് ഇൻകത്തിൻ്റെ ക്വസ്റ്റ്യൻ ഇടാമായിരുന്നു. അങ്ങനെയാണ് സാധാരണ ചെയ്യാറ്. പക്ഷേ അവർ അതിനും മെനക്കെട്ടില്ല. അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ തിയറിയിലാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് പൊതുവേ പറയുകയാണെങ്കിൽ പാസ്സാവാനായിട്ടുള്ള പേപ്പർ ഉണ്ട്, കുഴപ്പമില്ലാത്ത പേപ്പറൊക്കെ തന്നെയാണ്. പക്ഷേ ടാക്സിനെ കുറിച്ച് അധികം ധാരണയില്ലാത്ത ആരോ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട പോലെയാണ് നമുക്കിതിൽ നിന്ന് ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, താങ്ക് യു.